ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 10ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് നമുക്ക് ചുറ്റുമുള്ള മനോഹരമായിട്ടുള്ള പ്രകൃതിക്ക് നന്ദി പറയുക. നമ്മൾ പലപ്പോഴും ഈ തിരക്കുകൾക്കിടയിൽ ജീവിക്കുമ്പോഴും മറന്നു പോകുന്ന ഒന്നാണിത്. ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമ്മൾക്ക് ചുറ്റുമുള്ള പച്ചപ്പും ദൂരെയുള്ള മലനിരകളും ഒഴുകുന്ന പുഴകളുമൊക്കെ എത്ര മനോഹരമാണല്ലേ. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് പ്രകൃതി നമുക്കായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലോകം ഒരുക്കി തന്നിരിക്കുന്നത്. അതിന് ഈ പ്രകൃതിയോട് നമ്മൾ മനസ്സറിഞ്ഞു നന്ദി പറയുക. ഇനി നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ ശ്വസിക്കുന്ന ഈ വായുവിലാണ്. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് ആ ശുദ്ധവായു ദീർഘമായിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കിട്ടുന്ന ഉണർവുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ആ തരുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. പണമൊന്നും കൊടുക്കാതെ ശ്വസിക്കാൻ ഈ വായു നമുക്ക് ലഭിക്കുന്നതിന് നമ്മളെപ്പോഴും കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശുദ്ധവായുവിന് നന്ദി പറയുക. ഇനി എല്ലാ ദിവസവും രാവിലെ ഇരുട്ടിനെ മാറ്റിയിട്ട് പുതിയൊരു പ്രതീക്ഷയുമായിട്ടാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. ഭൂമിയിൽ ജീവൻ്റെ ആധാരം തന്നെ ഈ വെളിച്ചമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം തരാനും ലോകം മുഴുവൻ വെളിച്ചം പകരാനും സൂര്യനുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതം ഇത്രയും സുഗമമായി മുന്നോട്ട് പോകുന്നത് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ സൂര്യപ്രകാശത്തിന് നന്ദി പറയുക. ഇനി നമുക്ക് ചുറ്റുമുള്ള മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ നന്ദി പറയുക. നമുക്ക് തണൽ തരാനും അതുപോലെ തന്നെ കഴിക്കാൻ രുചികരമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നൽകാനും നമ്മൾ ശ്വസിക്കുന്ന ശുദ്ധവായുവിനെ ശുദ്ധീകരിക്കാനും ഈ ചെടികൾ ചെയ്യുന്ന സേവനം ചെറുതല്ല അല്ലേ. അപ്പോൾ അവ ഈ ഭൂമിയെ എത്ര മനോഹരമാക്കിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നേ ദിവസം നമ്മളുടെ ചുറ്റുമുള്ള മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ മനസ്സറിഞ്ഞ് നന്ദി പറയുക. ഇനി കുടിക്കുന്ന വെള്ളത്തിന് നമ്മൾ നന്ദി പറയുക. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഈ പ്രകൃതിയോട് കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി പ്രകൃതിയോട് നന്ദി പറയുക. നമ്മൾ ശ്വസിക്കുന്ന വായുവിന്, സൂര്യപ്രകാശത്തിന്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്, അതുപോലെ തന്നെ ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ മനസ്സറിഞ്ഞു നന്ദി പറയുക. ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പോൾ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം.